നിങ്ങൾക്ക് ത്രാണിയുണ്ട്. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഒരു അമുസ്ലിമായ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിനുള്ള തടസ്സം എന്താണ്? ഇസ്ലാമികമായ മതവിധി എന്ത്? ആരിഫ് ഹുസൈന്റെ ചോദ്യങ്ങൾ ന്യായമാണ്. ആരിഫ് ഹുസൈൻ സ്വന്തം വാപ്പാനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മുസ്ലിം അമുസ്ലിമിനെ കല്യാണം കഴിച്ചാൽ പ്രശ്നം? സിമ്പിളാണ്. ഒരു ഇസ്ലാം മതവിശ്വാസി സ്വന്തം മതത്തിൽപ്പെട്ടവരെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമാണ്. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ അവൻ ഒരു യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസി ആവുന്നുള്ളൂ. കാരണം ഒരു ഇസ്ലാം മതവിശ്വാസി ഒരുപാട് നിബന്ധനകളുണ്ട്. ഉദാഹരണം, ഓരോ ഓഫീസുകളിലും അല്ലെങ്കിൽ കോളേജുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഓരോ നിബന്ധനകളുണ്ട്. അതുപോലെ ഇസ്ലാമിലും ആ നിബന്ധനകൾ പാലിക്കുവാൻ ഓരോ ഇസ്ലാം മതവിശ്വാസിയും ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ഇസ്ലാം മതവിശ്വാസി സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കുന്നത് അതേ ഇസ്ലാം മതവിശ്വാസിയെ ആയിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. അത് തന്നെയാണ് മെയിൻ കാരണം. ഇത് ഇസ്ലാമിന്റെ ഒരു പ്ലസ് പോയിന്റ്. നോക്കൂ, വേറൊരു മതത്തിൽ അനുശാസിച്ച് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, സ്വന്തം അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന അവരെ വഴിതെറ്റിപ്പിച്ചുകൊണ്ട് ഇസ്ലാം മതവിശ്വാസി അവരെ ഇണയാക്കുന്നത് ഏറ്റവും വലിയ തെറ്റല്ലേ? മറ്റൊരാളുടെ മുതൽ അവരറിയാതെ മോഷ്ടിക്കുന്നതിന് തുല്യമല്ലേ? അവനെ വിളിക്കുന്നത് കള്ളൻ എന്നല്ലേ? അപ്പോൾ ഇസ്ലാമിൽ കള്ളത്തരം അനുവദനീയമല്ല. അള്ളാഹു വിളിച്ച തെറി എന്താന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. മുഹമ്മദ് നബി വിളിച്ച തെറി എന്താന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഖലീഫമാര് വിളിച്ചിട്ടുള്ള തെറി എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ ആരിഫ് ഇപ്പോൾ അള്ളാഹു തെറി വിളിച്ചു എന്ന് പറയുന്നു. എന്താ ആരിഫേ, നിനക്ക് തന്തമാറ്റമുണ്ട്? പല തന്തമാർക്ക് ജനിച്ചവരുടെ ലോജിക്കാണ് നിനക്കുള്ളത്. അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ നീ ഇപ്പോ അള്ളാഹു തെറി വിളിക്കുന്നു എന്ന് പറയുന്നു. എന്താ ആരിഫേ, നിന്റെ വാപ്പ നിന്നെ ഉണ്ടാക്കുമ്പോൾ വല്ല മാനുഫാക്ചറിംഗ് എഫക്ട് ഉണ്ടായോ? അതെ, ഉണ്ടായി ആരിഫേ. അള്ളാഹു തന്നെ വിളിച്ചിട്ടുണ്ട് തന്തയില്ലാത്തവനെന്ന്. എന്നെ കൊണ്ട് അത് വിളിപ്പിക്കരുത്. ആരിഫിന്റെ വാക്കുകൾ എത്ര സത്യമാണ്. അതേ ആരിഫെ, നിന്നെ കുറിച്ചാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. അള്ളാഹു വിളിച്ചിട്ടുണ്ട് തന്തയില്ലാത്തവൻ. എങ്ങനെ? ഇതുപോലെ മതങ്ങളെ വിട്ടുകൊടുത്ത് ജീവിക്കുന്നവൻ വ്യഭിചാരിക്ക് ജനിച്ചവനാണെന്ന് അള്ളാഹു പറഞ്ഞു. എത്ര സത്യമായ വാക്കുകൾ. ആരിഫ് പറഞ്ഞത് ഇത് 100% സത്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.